ഭാരതത്തിന്റെ ഭരണകൂടത്തിനെതിരെ പോരാടുമെന്ന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ ആസാമിൽ കേസ്. ഗുവാഹയിലെ പാൻ ബസാർ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജനുവരി 15-ന് ഡൽഹിയിൽ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാഹുൽ നടത്തിയ പ്രസംഗമാണ് കേസിന് ആസ്പദം. നമ്മുടെ പോരാട്ടം RSSനും BJPക്കും ഭാരതത്തിന്റെ ഭരണത്തിനും എതിരെയാണെന്നായിരുന്നു രാഹുലിന്റെ വാദപരാമർശം. ഭാരതീയ ന്യായ സംഹിതയിൽ 152, 197 വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തുന്ന ജാമ്യമില്ലാ വകുപ്പാണിത്. മൊഞ്ചിത് ചേദ്യ എന്നയാളാണ് രാഹുലിനെതിരെ പോലീസിനെ സമീപിച്ച് പരാതി നൽകിയത്. രാജ്യത്തെ ഭരണകൂടത്തിന് എതിരായ യുദ്ധപ്രഖ്യാപനമാണ് രാഹുൽ നടത്തിയതെന്നും ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനും വിഘടനവാദ ചിന്തകൾ ശക്തിപ്പെടുത്താനും വഴിയൊരുക്കുന്ന പരാമർശനമാണ് രാഹുൽ നടത്തിയതെന്നും പരാതിക്കാരൻ കുറ്റപ്പെടുത്തുന്നു. ഭരണകൂടത്തിനെതിരായ പോരാട്ടം എന്ന രാഹുലിന്റെ പരാമർശത്തിൽ കേന്ദ്ര സർക്കാരും BJPയും വലിയ വിമർശനം അഴിച്ചുവിട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അർബൻ നക്സലുകളുടെ കളിപ്പാവയായി മാറിക്കഴിഞ്ഞു എന്നാണ് BJPയുടെ കുറ്റപ്പെടുത്തൽ. രാഹുലിന്റെ വിവാദ പരാമർശത്തിൽ യാതൊരുവിധ പ്രതികരണത്തിനും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല.